PSC റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യുവമോർച്ച. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപ്പന്തൽ സന്ദർശിക്കും. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ് അടക്കമുള്ളവർ സമരപ്പന്തലിൽ. പ്രസാദ് ശങ്കരമംഗലത്തിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ രാജ്യതലസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നീറ്റ് വിഷയം ഉയർത്തിയാണ് ഇവിടെ തിരിഞ്ഞു നോക്കാത്തവർ, അതായത് ഈ സംസ്ഥാനം ഭരിക്കുന്നവരുടെ പ്രതിനിധികൾ പോലും ഉണ്ട് അങ്ങ് ഡൽഹിയിൽ. പക്ഷേ ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ റാങ്ക് ഹോൾഡേഴ്സാണ്, അവർ സമരം ചെയ്യുകയാണ്. പക്ഷേ തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലാണ് യുവമോർച്ച അവർക്ക് സഹായഹസ്തവുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തുന്നത്. എന്താണ് PSC റാങ്ക് ഹോൾഡേഴ്സിന് പറയാനുള്ളത്? രാഖി, കഴിഞ്ഞ 19 ദിവസമായി PSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിലാണ്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമരത്തിലാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു വിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ട് താഴെയായാണ്, ഒരു വിളിപ്പാട് അകലെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ സമരമിരിക്കുന്നത്. കഴിഞ്ഞ 19 ദിവസമായി സമരമിരിക്കുന്നു. ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിലെ കോക്രോച്ചുകളുടെ സമരത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ അവിടേക്ക് എത്തിയിരുന്നു. ആ മന്ത്രിമാർക്ക് ആർക്കും ഇത്തരത്തിൽ ഈ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവേദിയിലേക്ക് ഒന്ന് എത്തുവാൻ, അവരോട് സംസാരിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. PSC റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ യുവമോർച്ച എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ അല്പസമയത്തിനുള്ളിൽ ഈ സമരപ്പന്തലിലെത്തും. വി മനുപ്രസാദ് ചേരുന്നുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 19 ദിവസമായി ഈ നേരെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. ഡൽഹിയിൽ പോയ മുഖ്യമന്ത്രിക്ക് ഇവിടെ ഒന്ന് വരാനോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് വിളിപ്പിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അല്ല, ഇത് ശരിക്കും കേരളത്തിന്റെ നേർസാക്ഷ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമരമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സമരം 19 ദിവസമായിട്ട് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടങ്ങിയിട്ടുള്ളതാണ്. LDF സർക്കാർ ഇരിക്കുന്ന സമയത്തും ഈ സമരം ഇതേ കുട്ടികൾ ഇതിന്റെ മുന്നിൽ നടത്തിയതാണ്. അപ്പോൾ ഭരണം മാറിയതുകൊണ്ട് കേരളത്തിലെ ഒരു സംവിധാനങ്ങളിലും മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സമരങ്ങൾ. ഇവരെ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇവർ മണ്ണുവാരി കഴിച്ചിട്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇവരുടെ ന്യായമായ ആവശ്യങ്ങളെ കൊണ്ട് എന്താണെന്ന് ചോദിച്ചറിയാൻ പോലും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് സമയമില്ല. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്താണോ ചെയ്തത് അതേ പാത അദ്ദേഹം വെട്ടിക്കൊടുത്ത വഴികളിലൂടെ യാത്ര ചെയ്യാൻ മാത്രമാണ് VD സതീശനും തയ്യാറാവുന്നത് എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ന്യായമായ ആവശ്യം. കാരണം ലിസ്റ്റിൽ ഇടം നേടിയിട്ട്, പഠിച്ചിട്ട്, എല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച്, എല്ലാ ഇന്റർവ്യൂകളും കഴിഞ്ഞ് ലിസ്റ്റിൽ ഇടം നേടി 1ാം റാങ്കും 2ാം റാങ്കും നേടിയിട്ടും അവരെ ജോലിക്കെടുക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. ലിസ്റ്റിൽ വന്ന ഒരാളെ പോലും ജോലിക്കെടുത്തില്ല. തീർച്ചയായും പല ജില്ലകളിലും നമ്മൾ വന്ന മുഴുവൻ ആൾക്കാരും ഇന്ന് പുറത്ത് തന്നെയാണ്. അവർ സമരത്തിലാണ്. അവരെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. അവർ മണ്ണുവാരി കഴിക്കേണ്ട അവസ്ഥ, തെരുവിൽ മുട്ടുകുത്തി എഴുതുന്ന അവസ്ഥ, യാചിക്കേണ്ട അവസ്ഥ. മിനിമം വിളിച്ചിട്ട് നിങ്ങളോട് ഞങ്ങൾ പരിഹരിക്കാം, നമുക്ക് ആലോചിക്കാം, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിക്കാൻ പോലും തയ്യാറാകുന്നില്ല. അപ്പോൾ പറയുന്നത് എന്താണ്? വലിയ തിരക്കിട്ട കാര്യങ്ങൾ കേരളത്തിൽ മറ്റു പലതും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിന്റെ മണ്ണിലില്ല. ഡൽഹിയിൽ പോയിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അപ്രഖ്യാപിത സമരത്തിന് ഒരു മടിയുമില്ലാതെ പോകുന്നു. എവരെ കേൾക്കാൻ മടിയില്ലാതായിരിക്കുന്നു. ഞങ്ങൾ കുറേ കാലമായിട്ട് ഇവരോടൊപ്പം ഉള്ളതാണ്, ഇവിടെ ഉള്ളതാണ്. എവരെ കേൾക്കാനില്ലാതെ, കേരളത്തിലെ ജനങ്ങളുടെ യുവാക്കളെ പ്രശ്നം പരിഹരിക്കാതെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നു. PSC പിൻവാതിലൂടെ ആളെ കയറ്റുന്നു, ആൾക്കാരെ നിയമിക്കുന്നു, സ്വന്തക്കാരെ ഇഷ്ടക്കാരെയും കയറ്റുന്നു, കുത്തഴിഞ്ഞു കിടക്കുന്നു. ഇവർ ഇന്ന് തെരുവിൽ കിടക്കുന്നു. ഇത് ന്യായമായ സമരത്തെ, യുവാക്കളുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഗവൺമെന്റിന്റെ ശരിയായ തെറ്റായ തീരുമാനങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമരമാണ്. ഇതിനെതിരെ ഈ സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി, നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി യുവമോർച്ച 12 മണിക്ക് കാണുന്നുണ്ട് എന്നുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരം യുവമോർച്ച അവിടെ നടത്തുന്നുണ്ട്. അതിനു മുമ്പ് ഈ കുട്ടികളെ അഭിവാദ്യം ചെയ്യാനും അവരുടെ സമരത്തോടൊപ്പം അവർ ഒറ്റയ്ക്കല്ല എന്ന് കാണിക്കാനുമാണ് ഞങ്ങളിവിടെ. മറ്റൊന്ന്, മലയാളത്തിലെ സാംസ്കാരിക നായകർ, ചലച്ചിത്ര പ്രവർത്തകർ, അങ്ങനെ കുറെ പേരുണ്ട്. ഇവരെല്ലാവരും ഡൽഹിയിലെ കോക്രോച്ച് സമരത്തിന് ഭയങ്കര ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈ ഒരു സമരത്തോട് ഒരു വരി ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ കുറിക്കാൻ അവരാരും തയ്യാറായിട്ടില്ല. അല്ല, ഞാൻ സാംസ്കാരിക നായകന്മാരെയും അതുപോലെ തന്നെ സിനിമാ നടന്മാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ എതിർക്കുന്നില്ല. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രതികരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഇത്തരം നിമിഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവരുണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അവർ കണ്ടില്ലെന്ന് നടിക്കുന്നത് അവരുടെ തന്നെ നാട്ടിലുള്ള, അവരുടെ മുന്നിലുള്ള പാവപ്പെട്ട കുട്ടികളെ അവർ കണ്ടില്ലെന്ന് നടിക്കുന്നത് പ്രതിഷേധാർഹമാണ്. അത് അവർക്ക് അപമാനം ഉണ്ടാക്കുന്നതാണ്. ആ മേഖലയ്ക്ക് മൊത്തം, സാംസ്കാരികവും സിനിമാ പ്രവർത്തകരുമായിട്ടുള്ള മേഖലകൾക്ക് മൊത്തം അപമാനം ഉണ്ടാക്കുന്ന പ്രവർത്തികളിൽ അവർ ഏർപ്പെടുന്നതിൽ സഹതാപം മാത്രമാണ് എനിക്കുള്ളത്. അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് അവർ കണ്ടില്ലെന്ന് നടിക്കുന്നത്
പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളത് ജനം ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ഈ ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഉണ്ടാകുമല്ലേ? തീർച്ചയായും ഉദ്യോഗാർത്ഥികൾക്കൊപ്പം ഞങ്ങൾ തുടക്കം മുതലുണ്ടായിരുന്നു. നേരത്തെ ഇവർ സമരരംഗത്ത് നമ്മളുണ്ടായിരുന്നു. റഹീം ഇവിടെ വന്നവരെ പറ്റിച്ച് ഇലക്ഷന് മുമ്പ് വിദ്യാർത്ഥികളെ പറ്റിച്ചൊതുക്കിയതാണ്. റഹീം നേതൃത്വം നൽകിയിട്ട് ഇവരെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് പറ്റിച്ചിട്ട് പോയതാണ്. പറ്റിച്ചിട്ട് പോയ റഹീമിനെ പിന്നെ ഈ പരിസരത്ത് ഒരാൾ പോലും കണ്ടിട്ടില്ല. ഡൽഹിയിൽ പോയിട്ട് കിടക്കുകയാണ്. ആരെങ്കിലും ഒന്ന് അറിയുമെന്ന് ചോദിച്ചിട്ട് സെൽഫി ഇട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളോടൊപ്പം സർക്കാർ ഈ തീരുമാനങ്ങളിൽ നടപടിയെടുക്കുന്നതുവരെ PSA ശുദ്ധീകരിക്കുന്നതുവരെ ഞങ്ങൾ ഈ യുവാക്കളോടൊപ്പം വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. രാഖി, അത് തന്നെയാണ്. ഈ 19 ദിവസമായി ഇവർ സമരത്തിലാണ്. യുവമോർച്ച നേരത്തെയും പലതവണ ഈ സമരപ്പന്തലിൽ എത്തിയിരുന്നു. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ സമരപ്പന്തലെത്തി ഉദ്യോഗാർത്ഥികൾക്കൊപ്പം വരുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നിരവധി ഉദ്യോഗാർത്ഥികൾ ഇത്തരത്തിൽ നമുക്കറിയാം നേരത്തെ നിരാഹാരം അടക്കം വരുന്നവരാണ് ഇവർ. അങ്ങനെ നിരവധി പേരാണ് ഇത്തരത്തിൽ അവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്ലക്കാർഡുകൾ അടക്കം പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമരമുഖത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവരെല്ലാവരും സമരമുഖത്താണ്. എന്താണ് പറയാനുള്ളത്? 19 ദിവസം പിന്നിടുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട 1:25 അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പലർക്കും ജോലി കിട്ടുന്ന കാര്യമാണ്. ഇതുവരെ നിലവിൽ 1ാം റാങ്ക് പോലും ജോലിക്ക് കയറാത്ത പല ജില്ലകളും ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിത സ്വപ്നം, കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും പഠിച്ച് പരീക്ഷ എഴുതി ഇത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിയിരിക്കുന്നത്. ആ കഷ്ടപ്പാടിന് ഒരു മാന്യത കൽപ്പിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. അത് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടാകും അല്ലേ? തീരുമാനമുണ്ടാകുന്നതുവരെ സമരം ഇതേ നിലയിൽ തുടരാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. രാഖി, ഒരു മനുഷ്യൻ സതീഷിന്റെ മൂക്കിൻ തുമ്പത്താണ് ഇതൊക്കെ. രാജ്യതലസ്ഥാനം വരെ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവർക്ക് നീതി ഉറപ്പാക്കാൻ. എന്താണ് അതേക്കുറിച്ച് അവിടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്? അത് തന്നെയാണ് പറയുന്നത്. രാജ്യതലസ്ഥാനത്ത് പോയി സമരം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ, പാർട്ടികളുടെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ, ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർക്ക് ഇവിടേക്കൊന്ന് എത്താൻ, അതായത് ഈ നിൽക്കുന്ന തൊട്ട് മുൻപിൽ, ഈ നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ഇവർ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അവിടെ നിന്ന് ഒരു വെളിപ്പാടകലെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തത്. അവരെ ഒന്ന് വന്ന് കാണാൻ ഇവരാരെന്താ BJP സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം സമരപ്പന്തലിലേക്ക് എത്തുന്നു. സമരപ്പന്തലിലെത്തി ഈ ഉദ്യോഗാർത്ഥികളെ എല്ലാവരെയും കാണും. അതോടൊപ്പം തന്നെ സംസാരിക്കും. അതിനുശേഷം മാധ്യമങ്ങളെയും സംസാരിക്കും. നമുക്കറിയാം ഇത്തരത്തിൽ ഈ 19 ദിവസമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. ഈ സമരത്തിലായതിനു ശേഷം ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഇവരെ ഒന്ന് കാണുവാനോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യമെന്ന് കേൾക്കുവാനോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ അങ്ങനെ ആരും തയ്യാറായിട്ടില്ല. അവർക്ക് വിവിധ ഈ ഘട്ടങ്ങളായി 19 ദിവസത്തിനിടയിൽ ഘട്ടങ്ങളായി വിവിധ തരത്തിൽ സമരം ചെയ്യേണ്ട അവസ്ഥ വന്നു. മുട്ടുകുത്തിയിരുന്ന് സമരം ചെയ്യേണ്ട അവസ്ഥ വരുന്നു. അവസാനം മണ്ണ് വാരി തിന്നുകൊണ്ട് സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇവരെ എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് കടന്നുപോയ ഈ ഉദ്യോഗാർത്ഥികൾക്ക് അടുത്തേക്കാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ ഇവിടെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ അത് എന്താണെന്ന് കേട്ടുകൊണ്ട് അവർക്കൊപ്പം ചെയ്തുകൊണ്ട് ആശ്വാസം പകരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഉദ്യോഗാർത്ഥികളുമായി അവർ സംസാരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെനിക്കറിയാം, ഞാൻ വന്നല്ലോ. PSC റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവമോർച്ച. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം MLA സെക്രട്ടേറിയറ്റിന് മുന്നിലെ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ വേദനകൾ ചോദിച്ചറിയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിന്റെ പരമാവധി ആളുകൾ എടുത്തിട്ട് മാത്രം അടുത്ത ലിസ്റ്റ് എന്നുള്ളൊരു അടുത്ത ആഴ്ച എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഞാൻ തന്നെ പോയി കാണാം. എന്നിട്ട് ഈ ഡിമാൻഡ് ഞാനും വെക്കാം. ഓക്കെ, ഞാൻ ഫോളോ ചെയ്യാം. നിയമനം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഓക്കെ, ശരി. ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ നിരവധി ഘട്ടങ്ങളിലായി ഉയർത്തിയിട്ടുള്ളതാണ്. ആ
പാർട്ടിയുടെ ബലത്തിൽ തിരികെ കയറിയവരെല്ലാം പഠിച്ച് റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ ഇടം നേടിയവരാണ്. പക്ഷെ അവരോടാണ് സർക്കാർ ഈ അനീതി, കൊടും അനീതി കാണിക്കുന്നത്. ഇതിനെതിരെയാണ് BJPയുടെ അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്നത്. എന്തായാലും യുവമോർച്ച അതിശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപന്തലിലേക്ക് എത്തിയിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവർക്കൊപ്പം ഉണ്ടാകും. റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി സംസാരിക്കാമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുകയാണ് തത്സമയം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഇന്ന് തുടങ്ങിയ ഒരു വിഷയമല്ല, ഇത് 2 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു വിഷയമാണ്. നമ്മളെ ഇവിടുത്തെ കുട്ടികൾക്ക് അവർ എക്സാം കൊടുക്കുന്നു, തൊഴിലവസരത്തിന് വേണ്ടി PSCയിൽ എക്സാം കൊടുക്കുന്നു. പക്ഷേ അവർക്ക് ആ തൊഴിലവസരം, അവരുടെ അവകാശമായ തൊഴിലവസരം അവർക്ക് കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സഞ്ചരിക്കുന്നു, ഫോട്ടോ ഓപ്പ് എടുക്കുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത്, നമ്മുടെ കുട്ടികളും നമ്മളെ ഈ സംസ്ഥാനത്തിൻ്റെ തൊഴിലില്ലായ്മേൻ്റെ പ്രശ്നം പരിഹരിക്കണം. ഈ സർക്കാർ വന്നിട്ട് 2 മാസമായി, 2.5 മാസമായി 10,000 കോടി കൂടുതൽ കടമെടുത്തിട്ടുണ്ട് ഈ സർക്കാർ. ഒരു ഒറ്റ തൊഴിലവസരം സൃഷ്ടിച്ചിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഈ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങൾ, അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നത്. അവരുടെ ഒപ്പം BJP ആദ്യവും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാവും. കൃത്യമായി നമ്മൾ ഈ ഡൽഹിയിൽ കാണുന്ന രാഹുൽ ഗാന്ധിൻ്റെ നാടകവും CPM ചെയ്യുന്ന നാടകമെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കുട്ടികൾക്ക് കൃത്യമായൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അതിനെ പരിഹരിക്കാൻ അവർ ഒരു കാര്യവും ചെയ്യില്ല, ഒരു വിരൽ ഉയർത്തില്ല. എന്നിട്ടാണ് പോയിട്ട് അവിടെ ഓരോന്ന് പറയുന്നത്. ഈ കുട്ടികളുടെ അവകാശമാണ്, തൊഴിൽ അവരുടെ അവകാശമാണ്. ഈ PSCയിൽ ഇവിടെ സമരം ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ 100% പിന്തുണയുണ്ട്. ഞാൻ അടുത്ത ആഴ്ച എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കാണും. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കും. സഭയിൽ ഇത് BJP ഉയർത്തുമെന്ന് ഞാൻ ഇന്നൊരു വാഗ്ദാനം കൊടുക്കുന്നു. അത് അവർക്കൊരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അത് BJP അവരൊപ്പം ഉണ്ടാവും. കുട്ടികളുടെ ഒപ്പം BJP എപ്പോഴും ഉണ്ടാവുമെന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. PSC റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP PD സതീശനെ നേരിട്ട് കണ്ട് സർക്കാരുമായി ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറെടുക്കുന്നുവെന്ന് PSC റാങ്ക് ഹോൾഡേഴ്സിനോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മണ്ണ് വാരി തിന്നാണ് അവർ പ്രതിഷേധിച്ചത്. പക്ഷേ സർക്കാരോ അനുബന്ധ സംവിധാനങ്ങളോ ഒന്നും തന്നെ അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. രാജ്യതലസ്ഥാനത്ത് പോയി ഈ രാജ്യവിരുദ്ധർക്കൊപ്പം ചേർന്ന് സമരം ചെയ്യുന്നു, സമരാഭാസം നടത്തുന്നു. പക്ഷേ ഈ മൂക്കിൻ തുമ്പത്ത് സമരം ചെയ്യുന്നവരെ 19 ദിവസമായി അവർ സമരം തുടങ്ങിയിട്ട് പക്ഷെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും PSC റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവമോർച്ച. വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്.